നിങ്ങളൊരു എയറോപ്ലെയിനിൽ യാത്ര ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ എയറോപ്ലെയിൻ മോഡ് ഓണാക്കാൻ മറന്നുപോയി. എന്നാ സംഭവിക്കും? നിങ്ങൾ അറ്റ്ലീസ്റ്റ് കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ എയർപ്ലെയിനിൽ ഇരിക്കുമ്പോൾ ഫോണിൽ എയർപ്ലെയിൻ മോഡ് ഓൺ ആക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ എയർപ്ലെയിൻ്റെ നാവിഗേഷൻ സിസ്റ്റമായിട്ട് ഇന്റർഫിയർ ചെയ്ത് നിങ്ങളുടെ പ്ലെയിൻ ക്രാഷ് ചെയ്യുന്നു. ഇത് ആക്ച്വലി ശരിയാണോ? പറഞ്ഞുതരാം. ഇന്ന് നമ്മൾ ട്രാവൽ ചെയ്യുന്ന കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റുകളിലൊക്കെ അതിന്റെ ക്രിട്ടിക്കൽ നാവിഗേഷൻ സിസ്റ്റവും അതിന്റെ കൺട്രോൾസ് ഒക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഹെവിലി ഷീൽഡഡ് ആയിട്ടുള്ള റേഡിയോ ഫ്രീക്വൻസീസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിലെ നെറ്റ്വർക്ക് സിസ്റ്റത്തിനൊന്നും ഈസി ആയിട്ട് ഇതിനെ ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റീസൺ ഉണ്ട്. അതെന്താണെന്ന് പറയണമെങ്കിൽ നിങ്ങൾ വേറൊരു കാര്യം അറിഞ്ഞിരിക്കണം. നിങ്ങൾ കുറച്ച് നെറ്റ്വർക്ക് പറഞ്ഞ ബേസ്മെന്റിനകത്തോ എലവേറ്ററിനകത്തൊക്കെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോൺ അത്യാവശ്യം ചൂടാവുന്നതും ബാറ്ററി ശരിക്കും ഒന്ന് കുറയുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് അത്യാവശ്യം കുറയുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലെ മോഡം ഇതിനകത്തുള്ള നെറ്റ്വർക്ക് ആംപ്ലിഫയറിനോട് അതിന്റെ മാക്സിമം പവർ യൂസ് ചെയ്ത് അടുത്ത് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് നെറ്റ്വർക്കിൽ ചാടി കയറി പിടിക്കാനായിട്ട് പറയും. പക്ഷേ ഇങ്ങനെ മാക്സിമം പവർ യൂസ് ചെയ്യാനായിട്ട് ഈ നെറ്റ്വർക്ക് ആംപ്ലിഫയർ നിങ്ങളുടെ ഫോണിലുള്ള റിസോഴ്സ് ഒക്കെ ശരിക്കും ഒന്ന് ഉപയോഗിക്കും. ആസ് എ റിസൾട്ട് ഫോൺ ചൂടാവും, ബാറ്ററി കുറയും. തിരിച്ച് എയർപ്ലെയിനോട് വരാം. നിങ്ങൾ ഇങ്ങനെ എയർപ്ലെയിനിൽ ഇത്രയും പൊക്കത്തിൽ ഏകദേശം 800 km/h സ്പീഡിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഫോണിന് അതിന്റെ ടവറുമായിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെടും. ആസ് എ റിസൾട്ട് ഏറ്റവും ബെസ്റ്റ് നെറ്റ്വർക്ക് കിട്ടാനായിട്ട് നിങ്ങളുടെ ഫോണിലെ നെറ്റ്വർക്ക് ആംപ്ലിഫയർ താഴെ ഗ്രൗണ്ട് ലെവലിലുള്ള ടവറുകളായിട്ടെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇങ്ങനെ നിങ്ങളുടെ ഫോൺ ഒരേ സമയം കുറെ ടവറുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് താഴെ ഫോൺ ഉപയോഗിക്കുന്നുണ്ടാവില്ല, അവരുടെ കോളൊക്കെ കട്ടായി പോവും, നെറ്റും പോവും. പക്ഷേ വേറെ വേസ്റ്റ് കേസ് സിനാരിയോ ഉണ്ട്. എയർപ്ലെയിൻ ഓടിക്കുന്ന പൈലറ്റിന്റെ തലയിൽ ഇരിക്കുന്ന ഒരു മുഴുത്ത സാമാനം ഉണ്ടല്ലോ, ഓഡിയോ വെച്ചിട്ട്. ഈ പൈലറ്റ് ഇങ്ങനെ ഇതിന്റെ അകത്തൂടെ എയർ ട്രാഫിക് കൺട്രോൾ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ ഉണ്ടാവുന്ന ഈ റേഡിയോ ബേസ്റ്റ് ഇതിനകത്ത് ഒരു ടി 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 എന്ന് പറഞ്ഞുകൊണ്ടുള്ള സ്റ്റാറ്റിക് നോയ്സ് ഉണ്ടാക്കും. ആസ് എ റിസൾട്ട് നിങ്ങളുടെ പൈലറ്റിന്റെ ഭ്രാന്ത് പിടിക്കും. പിന്നെ പോരാതെ നിങ്ങളുടെ ഫോണിൽ ചാർജ് തീരുകയും ചെയ്യും. ഇക്കാരണങ്ങളൊക്കെ കൊണ്ടാണ് നിങ്ങൾ എയർപ്ലെയിനിൽ കയറുമ്പോൾ എയർപ്ലെയിൻ മോഡ് ഓൺ ആക്കണം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു പോയിട്ട് ട്രൈ അടിക്കുകയും ചെയ്തേക്കരുത്. നിങ്ങൾക്ക് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയായിരിക്കില്ല. അല്ലെ തന്നെ എല്ലാം വേണമെന്ന് വിചാരിച്ചോണ്ടിരിക്കും ഇവിടെ ചിലമാര്. തന്നെ കാപ്പിയോ അയ്യോ പച്ചവെള്ളം താര ഇതൊക്കെ ഇവിടെ കൊടുത്ത് വെച്ചേക്കുന്നത്. Perfect, okay, and the test and 2 and the 10 and the cone and the back.